ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കലും തിരുവനന്തപുരത്ത് ഒരു കടൽ തീരത്തിനടുത്തുള്ള പള്ളിയിൽ ക്ലാസ് എടുക്കാൻ ഞാൻ അപ്പം വൈകിട്ടാണ് ക്ലാസ് തുടങ്ങുള്ളൂ. ധ്യാനം 3 ദിവസത്തേക്കുള്ള. അപ്പം ഞങ്ങൾ കടത്തീരത്തോടെ വൈകുന്നേരം പോകുമ്പോൾ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ട് നടന്നു പോവുക. അപ്പോൾ വലിയൊരു ശബ്ദകോലാഹലം കേട്ടു. ഞങ്ങൾ ആ ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു ചെന്നപ്പം കുറേ സ്ത്രീകളും കുട്ടികളും എല്ലാം ഒരുമിച്ച് നിൽക്കുക. അതിൽ 2 സ്ത്രീകൾ തമ്മിൽ വഴക്ക് കൂടുക. അപ്പൊ മുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് കുത്തി, ഒരു കൊച്ചിനെ ഒക്കത്തുണ്ട്, 2 കയ്യിലുണ്ട്, ചുറ്റും ഒത്തിരി ആൾക്കാര്. എന്നിട്ട് ഈ സ്ത്രീകൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചീത്ത വാക്കുകൾ ഇങ്ങനെ ഉറക്കം വിളിച്ചു പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടിരിക്കും. ആ വഴക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. അവരോട് വഴക്ക് കൂടരുതെന്ന് പറഞ്ഞാൽ അവരുടെ ശബ്ദത്തിനനുസരിച്ച് പറയാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരത്തെ ധ്യാനം നടക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇവര് ഹോളിൽ ഇരിപ്പുണ്ട്. ആ വഴക്ക് കൂടിയ സ്ത്രീകൾ അവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ കർത്താവിന്റെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ഒരു വചനം വന്ന് കർത്താവ് അതിങ്ങനെയായിരുന്നു. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ഒരു അവയവമാണ് നാവ്. അപ്പൊ ഈ നാവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കർത്താവ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നാവ് ഉപയോഗിക്കേണ്ടത്? നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കും. ഇതാണ് ഈശോ നമ്മളുടെ നാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ്, നമ്മൾ പറയുന്ന വാക്കുകള് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന് ആവശ്യമാണോ? അങ്ങനെയാണ് എങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം സംസാരിക്കുന്ന. അപ്പൊ കേൾക്കുന്നവരുടെ ആത്മീയ ഉന്നമനം നടക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. അല്ലെ വാ തുറക്കരുത്. നിന്റെ നാവിന് വാതിലും പൂട്ടും വെക്കുക എന്നാണ് വചനം, സങ്കീർത്തനം പറയുന്നത്. അപ്പൊ നമ്മൾ സംസാരിക്കരുത്. ദേഷ്യം വരുമ്പോൾ കഴിയുന്നത് നമ്മൾ സംസാരിക്കാതിരിക്കണം. കടപ്പുറത്ത് കണ്ട സ്ത്രീകൾ ദേഷ്യം വന്നിട്ട് ഒരു പൊട്ടിത്തെറിച്ച് സംസാരിക്കായിരുന്നു. പക്ഷെ ഒരിക്കലും ആ പൊട്ടിത്തെറിയുടെ വാക്കിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് വരുന്ന, ആ സമയത്ത് വരുന്ന വാക്കുകൾ തിന്മ നിറഞ്ഞതാണ്. അത് ദേഷ്യത്തിൻ്റെതാണ്, വെറുപ്പിൻ്റെതാണ്, വൈരാഗ്യത്തിൻ്റെതാണ്. അവിടെ പാപത്തിന്റെ ശക്തി വർദ്ധിക്കും. കേൾക്കുന്ന വ്യക്തിയിലും അത് തിരിച്ചടിക്കും. അതേസമയം നമ്മുടെ നാവിൽ നിന്ന് ആ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിന്റെ ഉന്നമനത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു വാക്കാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അവർക്കും അത് ആത്മീയ ഉണർവിന് കാരണമായി തീരും. നമുക്കും അത് അനുഗ്രഹമായി തീരും. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തില് അമ്മായിയമ്മമാര്, മരുമക്കള്, ഭാര്യ, ഭർത്താവ് ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അധരം സംസാരിക്കും. അപ്പൊ ഹൃദയത്തിൽ ഈ വചനം ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് സംസാരിക്കുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, മാതാപിതാക്കളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണർവുണ്ടാകാൻ തക്ക രീതിയിൽ ഞാൻ സംസാരിക്കാവൂ. അല്ല എങ്കിൽ ഞാൻ സംസാരിക്കരുത്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ നാവിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ, എൻ്റെ നാവിനെ അവിടുന്ന് നിയന്ത്രിക്കണമേ. നീ സംസാര ശേഷി തന്നത് കർത്താവാ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവിക കൃപ, സംസാരിക്കുവാനുള്ള കൃപ, ആ കഴിവ്, അത് നമ്മൾ മറ്റുള്ളവർക്ക് പാപത്തിനിടയാകരുത്. അവരുടെ ഹൃദയത്തില്, അവരിൽ ഒരു ആത്മീയ ഉണർവ്, ദൈവികമായ ഒരു കൃപ കടന്നു ചെല്ലത്തക്ക രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. അല്ല എങ്കിൽ നമ്മൾ സംസാരിക്കരുത്. ഒത്തിരി ദേഷ്യം വരുന്നു, മറ്റൊരാളുടെ വാക്ക് കേട്ട് നമുക്ക് തിരിച്ചു പറയണമെന്ന് ആ വെമ്പല് വരുമ്പോൾ നമ്മൾ, ഈശോയെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ഇവർക്ക് മറുപടി അങ്ങോട്ട് ഇതേ രീതിയിൽ ചീത്തയായിട്ട് കൊടുക്കാതിരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ പാപം ചെയ്യാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനമനുസരിച്ച് എൻ്റെ നാവിനെ മറ്റുള്ളവരുടെ ആത്മീയ ഉണർവിന് ഉതകത്തക്ക രീതിയിൽ സംസാരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് വെക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.